ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു സാധാരണ വേനൽ ചൂടല്ല, ഒരു ഹീറ്റ് വേവ് ആണ്. ഒരു 10 മിനിറ്റ് പോലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്ര കഠിനമായ അവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ വേനലിനെ സ്മാർട്ടായി മറികടക്കാൻ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരിട്ട് വെയിൽ തലയിലടിക്കുന്നത് ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. തലകറക്കമോ അമിതമായ തലവേദനയോ തോന്നിയാൽ ഉടൻ തന്നെ തണലത്തേക്ക് മാറി വിശ്രമിക്കണം. കത്തുന്ന വെയിലിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ സൺസ്ക്രീൻ പുരട്ടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ലൈറ്റ് നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് സൺബേൺ ഒഴിവാക്കാൻ സഹായിക്കും. ഈ സമയത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നത് പ്രധാനമായ ഒരു കാര്യമാണ്. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. മൂത്രത്തിന് നിറവ്യത്യാസമോ അളവിൽ കുറവോ കണ്ടാൽ ഉടൻ തന്നെ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളമോ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകളോ ഇളനീരോ മറ്റോ ഇതിനായി ഉപയോഗിക്കാം. കഠിനമായി വെയിലുള്ള സമയത്ത്, അതായത് രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ അനാവശ്യമായി സൂര്യാഘാതം ഏൽക്കുന്ന രീതിയിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. ശരീരം അമിതമായി ചൂടാകുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. അതിനാൽ ജോലിക്കിടെ കൃത്യമായ ഇടവേളകളിൽ തണലത്ത് വിശ്രമിക്കുകയും ശരീരം തണുപ്പിക്കുകയും ചെയ്യാം. യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും കാറിൽ തനിച്ചാക്കി പുറത്തു പോകരുത്. അതുപോലെ തന്നെ വെയിലത്ത് പാർക്ക് ചെയ്ത കാറുകൾ തിരിച്ചു കയറുമ്പോൾ ഉടൻ തന്നെ AC ഇടാതെ ഗ്ലാസുകൾ താഴ്ത്തി ഉള്ളിലെ ചൂട് പുറത്തു കളയാൻ മറക്കരുത്. നമുക്ക് മാത്രമല്ല, ജന്തുജാലങ്ങൾക്കും ഈ ചൂട് അതികഠിനമാണ്. വീടിന്റെ വശത്തോ ടെറസിലോ ഒരു പാത്രത്തിൽ അല്പം ശുദ്ധജലം വെച്ച് അവരെയും ഈ വേനലിൽ സഹായിക്കാം. ഇത്തരത്തിലുള്ള ചെറിയ മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് ഈ ചൂടിനെ ഒരു പരിധിവരെ സുരക്ഷിതമായി മറികടക്കാം.